ഇത് റാബി, 24 വയസ്സുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി, അത്ലറ്റിക് ചാമ്പ്യൻ, ബോഡി ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ അതീവ തൽപരൻ. കൂട്ടുകാരോടൊത്ത് രസം പറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന റാബി രാവിലെയുള്ള ജോഗിങ്ങും മറ്റും നന്നായി ആസ്വദിക്കുന്നു. അതെ, റാബി തന്നെ അത്യധികം ഇഷ്ടപ്പെട്ടു. റാബി ഒരു മുസ്ലിമാണ്. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്ന മുസ്ലിം. സൗഖ്യത്തിനും കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി റാബി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും റാബി അത്ര നല്ല മുസ്ലിം അല്ല. മറ്റു ചില മുസ്ലിങ്ങളെ പോലെ റാബി തെറ്റുകൾ ചെയ്യുമായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകൾ അക്കൂട്ടത്തിലുണ്ട്. ദീനിന് നിരക്കാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. റാബിയെ നമുക്ക് നഷ്ടമായി. എത്ര പെട്ടെന്നാണ് അവൻ വിട പറഞ്ഞത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത്. യാതൊരു മുൻസൂചനകളുമില്ലാതെ അവന്റെ പോക്കും വരവും എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. നിങ്ങളുടെ ജീവിതം അതിനൊരവസാനമുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, മരണത്തോടെ എല്ലാം തീർന്നുവെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? അതായത് എല്ലാം ശുഭം സുന്ദരം എന്നും? അല്ല, ആ പ്രതിഫല നാളിലെ വിചാരണയിലേക്കുള്ള യാത്ര നാം തുടങ്ങിക്കഴിഞ്ഞു. ആസ്വദിക്കാൻ ജീവിതം ഒന്നേയുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ അപ്പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അങ്ങനെയങ്ങ് തീരില്ലല്ലോ. റാബി ചെയ്തു കൂട്ടിയ സംഗതികൾ വരാനിരിക്കുന്ന പ്രതിഫല നാളിലെ അവന്റെ വിധിയെ നിശ്ചയിച്ചു കഴിഞ്ഞു. തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിലെന്ന് അവൻ കുതിച്ചു. തന്റെ ശരീരത്തോടുള്ള ബാധ്യത എങ്ങനെ പൂർത്തീകരിച്ചെന്നതിനെ സംബന്ധിച്ച് റബ്ബിനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് റാബിന് അറിയാമായിരുന്നു. Cigarette down, it's not worth it. You're kidding yourself. Put the cigarette down, it's not worth it. Khalas, no more, put it out. That's it. തന്റെ മരണത്തിന് ശേഷം പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയവും മുഴുകാൻ താൻ താല്പര്യം കാട്ടേണ്ടതായിരുന്നു. Please, just shut up! Babe, please, look, I'd say that! Don't worry about her crying! Don't meet up! You're gonna die! Stop being stupid! Don't meet up! You're gonna die! Stop being stupid! Don't let Shaitan get to you! Look, your parents are born. Just shut up! തെറ്റുകളിലൂടെയും നീചവൃത്തികളിലൂടെയും തന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ മരണമെത്തിയപ്പോഴാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ എന്നവന് ബോധോദയമുണ്ടായത്. ഇപ്പോൾ റാബിന് തോന്നുന്നു, പെൺകുട്ടികളുമായി ചെലവഴിക്കാൻ തോന്നിയ വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. അവൻ നടത്തിയ എല്ലാ വർത്തമാനങ്ങളും, വലിച്ചു തള്ളിയ ഓരോ പുകയും, അക്ഷമനായി പൂർത്തീകരിച്ച ഓരോ നമസ്കാരങ്ങളും, പാട്ടിലായിപ്പോയ എല്ലാ നിമിഷങ്ങളും എല്ലാം അന്ന് തുറന്നു കാട്ടപ്പെടുമല്ലോ എന്നവൻ തിരിച്ചറിഞ്ഞു. റാബിയുടെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയായിരുന്നില്ല, മറിച്ച് ആരംഭിക്കുകയായിരുന്നു. നീ നിന്റെ കർമ്മപുസ്തകം വായിക്കുക. നീ നിന്റെ കർമ്മപുസ്തകം വായിക്കുക.